കൃഷി ചെയ്യാൻ കർഷകന് വേണ്ടത് ഭൂമിയും അധ്വാനിക്കുവാനുള്ള മനസ്സും മാത്രമല്ല, വിളകളെ വളരുവാൻ സഹായിക്കുന്ന കാലാവസ്ഥയും വിളകൾക്ക് വേണ്ട വിലയും അത്യന്താപേക്ഷിതമാണ്. വരൾച്ചയും വെള്ളപ്പൊക്കവും കർഷകന്റെ പ്രതീക്ഷകൾ പലപ്പോഴും തല്ലിക്കെട്ടുമ്പോഴും അതിനെല്ലാം അതിജീവിക്കാൻ അവന് പ്രതീക്ഷ നൽകുന്നത് വിള വിപണിയിൽ എത്തുമ്പോൾ മികച്ച വില കിട്ടുമെന്ന പ്രതീക്ഷയാണ്. അവിടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യം സംഭവിക്കുമ്പോൾ പലരും കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. മാർക്കറ്റിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ അടിക്കടി ഉണ്ടാകുന്ന വിലത്തകർച്ചയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കൃഷിവിളകൾ വൻതോതിൽ നശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചെറുതും വലുതുമായി നിക്ഷേപം നടത്തി കൃഷി ചെയ്യുന്ന കർഷകർ ഏറെ ദുരിതത്തിലാകുന്നു. വിപണിയിൽ സംഭവിക്കുന്ന വിലത്തകർച്ചയും കൃഷിയിടത്തിൽ സംഭവിക്കുന്ന കൃഷിനാശവും മൂലം കർഷകനും അവന്റെ കുടുംബവും വൻതോതിലുള്ള സാമ്പത്തിക കെണിയിൽ എത്തിച്ചേരുന്നു. കൃഷിയെയും കർഷകരെയും ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുവാൻ ഒട്ടേറെ പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും വിലത്തകർച്ചയ്ക്കും വിളനാശത്തിനുമുള്ള ഉടൻ പ്രതിവിധി എന്ന കർഷകന്റെ എക്കാലത്തെയും ആവശ്യം പൂർണ്ണമായും സഫലമാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം സന്ദർഭങ്ങളിൽ കർഷകരുടെ സഹായത്തിനായി വിള ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും ഉയർന്ന പ്രീമിയം, ഇൻഷുർ ചെയ്യപ്പെടുന്ന സംഖ്യയുടെ കുറവ്, പ്രാദേശിക പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷി തകർച്ചയ്ക്ക് ആനുകൂല്യം ലഭിക്കാതിരിക്കുക തുടങ്ങിയ ഒട്ടനവധി ന്യൂനതകൾ കാരണം അവ കർഷകൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അവനെ സഹായിച്ചില്ല. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് അത്യന്തം കർഷക സൗഹൃദ പദ്ധതിയായ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന കർഷക സഹോദരീ സഹോദരന്മാർക്കായി നമ്മുടെ പ്രധാനമന്ത്രി സമർപ്പിച്ചത്. കേരളത്തിലെ കർഷകർ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി പറയുന്നത് കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികളും പിന്നെ വിള ഉൽപാദനത്തിൽ വരുന്ന കുറവ്, അതുമാണ് കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പദ്ധതിയുടെ ഉദ്ഘാടനം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വെച്ച് നടന്നു. മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം സംഘടിപ്പിച്ച ഈ ഏകദിന പരിപാടിയിൽ കർഷകർ, കൃഷി ശാസ്ത്രജ്ഞന്മാർ, മാധ്യമപ്രവർത്തകർ, വനിതാ സംഘങ്ങൾ, മറ്റ് NGOകൾ എന്നിവർ പങ്കെടുത്തു. MLA KS ശബരിനാഥ് അധ്യക്ഷത വഹിച്ച ബോധവൽക്കരണ പരിപാടിയിൽ മിത്ര നികേതൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ രഘു രാമദാസ് സ്വാഗതം പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ മിത്ര നികേതൻ കൃഷി വിജ്ഞാൻ കേന്ദ്ര ഇന്നത്തെ ഈ ഫസൽ ഭീമ യോജനയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയും അതിനോടനുബന്ധിച്ചുള്ള കാർഷിക സെമിനാറും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാർഷിക ഇൻഷുറൻസ് കമ്പനികളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അരുവിക്കര നിയോജക മണ്ഡലം MLA ശ്രീ KS ശബരിനാഥ്, അദ്ദേഹം നമുക്കേവർക്കും സുപരിചിതനാണ്. തൻ്റെ നിയോജക മണ്ഡലത്തിലെ കർഷകർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവ പങ്കാളിയാണ്. എല്ലാ കർഷക സുഹൃത്തുക്കളുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഈ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ബോധവൽക്കരണവും കാർഷിക സെമിനാറിലും അധ്യക്ഷ പദവി വഹിക്കുന്നത് എനിക്കതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം. കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഏകദേശം 80-കൾ തൊട്ട് വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ കർഷകരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി സർക്കാരുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപക്ഷെ പുതിയ ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ട് കുറച്ചുകൂടി ബ്രോഡായിട്ട് വന്നിട്ടുള്ള ഒരു സ്കീമാണ് PMFBY അല്ലെങ്കിൽ ഫസൽ ബീമ യോജന. പല കാർഷിക വിളകളും ഒരുപക്ഷെ സൈക്ലിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ ഒരു കൃഷി ഇറക്കുമ്പോഴുള്ള എല്ലാ സമയങ്ങളും, അത് നമ്മൾ വിത്ത് പാകുന്നത് തൊട്ട് വിളവെടുക്കുന്നത് വരെയുള്ള സമയത്തുള്ള വ്യതിയാനങ്ങളും അതിനോടൊപ്പം സീസണലായിട്ടുള്ള പ്രശ്നങ്ങൾ, മഴയും മറ്റു കെടുതികൾക്കെതിരെ കർഷകരെ പരിരക്ഷിക്കുക, അവർക്ക് ചെറിയ പ്രീമിയം കൊടുത്തുകൊണ്ട് അവരുടെ വിളവിൽ അവർക്കുള്ള ലാഭം അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ സർക്കാരുകളൊക്കെ ഇതുപോലെ സ്കീമുകൾ നടത്തിയത്. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ടാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഫസൽ ബീമ യോജന വന്നിട്ടുള്ളത്. ഡോക്ടർ A സമ്പത്ത് MP നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വളരെ കുറഞ്ഞ പ്രീമിയത്തിന് ഈ വിധത്തിൽ വിള ഇൻഷുറൻസ് നടപ്പാക്കുകയും ചെയ്യുന്നതും ഇത് നന്നായി നമുക്ക് നടപ്പാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഒരു ചെറിയ ആശ്വാസമെങ്കിലും അങ്ങനെ ലഭിക്കുന്നത് നല്ലതാണ്. വിളകൾ ഇൻഷുർ ചെയ്യപ്പെടുകയും അതിൻ്റെ ഇൻഷുറൻസ് തുക എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ആ തുക കൃത്യമായി അവർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ആവശ്യം തന്നെയാണ്.
ഗവേഷണങ്ങൾ പഠനങ്ങളെല്ലാം ക്ലാസ് മുറികളിൽ നടക്കുന്നതിൻ്റെ അതിൻ്റെ പൂർണ്ണമായ അതിൻ്റെ ഫലപുഷ്ടി എന്നത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ അത് സാർത്ഥകമാക്കാൻ അത് താഴെത്തട്ടിൽ ഭൂമിയിൽ ഗ്രൗണ്ട് ലെവലിൽ അതിൻ്റേതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അത് നന്നായി നമുക്ക് നടപ്പാക്കി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞേ മതിയാവും. വ്യാപകമായ നിലയിലുള്ള ജനകീയ പങ്കാളിത്തമാണ് അതിന് അനിവാര്യമായിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലുമെല്ലാം ആ വിധത്തിലുള്ള സജീവമായ കൂട്ടായ്മകളും ചർച്ചകളും നിങ്ങളൊരാൾ അവരുടെ അനുഭവം പറയുമ്പോഴായിരിക്കും മറ്റൊരാൾക്ക് ആ കാര്യം മനസ്സിലാവുക. ഒരാൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ, ഇതിൽ വിളയിൽ വരുത്താൻ കഴിഞ്ഞിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, അതുകൊണ്ടുണ്ടായ മെച്ചമെന്ന് മറ്റൊരു കൃഷിക്കാരന് ബോധ്യപ്പെടുക. ആ കർഷകരുമായി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ക്ലാസ് മുറികളും ഗവേഷണ സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ മണ്ണും വിയർപ്പും തമ്മിലുള്ള ബന്ധം അവിടെ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് കൂടുതൽ നമുക്ക് മെച്ചപ്പെടലുകൾ നടത്താൻ കഴിയുന്നത്. ഇതിൽ ചേരാനായിട്ട് കർഷകർ ചെയ്യേണ്ടത്, ഇതിൽ കർഷകർ നമ്മൾ 2 തരത്തിലാണ് ഈ സ്കീമിൽ ചേരാൻ സാധിക്കുന്നത്. ഒന്ന്, കാർഷിക വായ്പ എടുത്ത കർഷകർക്ക് ബാങ്ക് മുഖേന അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഏതാണോ ബാങ്ക് അല്ലെങ്കിൽ ഏതാണ് കാർഷിക സ്ഥാപനം ഏതാണ്, കാർഷിക വായ്പ എടുക്കുന്ന സ്ഥാപനം ഏതാണ്, ആ സ്ഥാപനത്തിൽ കൂടെ ഇതിനകത്ത് ചേരാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ കാർഷിക വായ്പ എടുക്കാത്ത കർഷകർക്ക് നേരിട്ട് ഇൻഷുറൻസ് ഏജൻസിയിൽ കൂടെയോ അല്ലെങ്കിൽ കൃഷിഭവനിൽ കൂടെയോ ഈ സ്കീമിൽ അംഗങ്ങളാവാൻ സാധിക്കുന്നതാണ്. വിവിധ വകുപ്പ് മേധാവികൾ കർഷകർക്ക് ഈ പദ്ധതി എങ്ങനെ പ്രയോജനപ്പെടും എന്ന് വിശദീകരിച്ചു. പ്രധാനമായിട്ടും സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം എന്ന സ്ഥാപനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കായിട്ട് സഹായം നൽകുന്ന ഒരു പദ്ധതി SFAC വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കാർഷിക വിളകൾ യഥാസമയം അതിൻ്റെ സംസ്കരണത്തിൻ്റെ അഭാവം മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ പാഴായി പോകുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒരു സംസ്കരണ മേഖലയിൽ ഒരു പുതിയ ഉണർവ് തന്നെ നൽകുന്നതിലേക്കായിട്ട് കർഷകർക്ക് ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും SFAC വഴി നൽകുന്നുണ്ട്. അതിന് നമ്മൾ 40% മൂല ചെലവിൻ്റെ 40% സബ്സിഡി ആയിട്ട് നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ സ്കീമിൽ കഴിയുന്നത്ര പ്രീമിയം കുറച്ചിട്ടാണ് തന്നിരിക്കുന്നത്. മിക്കവാറും കൃഷിക്കാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണിത്. ഓരോ ജില്ലയിലെയും കാർഷിക വിളയുടെ തോത് മനസ്സിലാക്കി, കൃഷി ചെലവ് മനസ്സിലാക്കി ഏറ്റവും കുറച്ച് ഇൻഷുറൻസിൽ, ഇനി അഥവാ അതിൽ കൂടുതൽ വന്നാൽ പോലും അത് സർക്കാർ വഹിച്ചുകൊണ്ട് കഴിയുന്നത്ര ഫാർമർ ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണിത്. തീർച്ചയായിട്ടും ഇതിൻ്റെ സൗകര്യങ്ങൾ കൃഷിക്കാർ മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്ന ഒരു അഭ്യർത്ഥന കൂടി നബാർഡിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ഹാർട്ടിക്കൾച്ചർ മിഷൻ മിത്രനികേതനുമായിട്ട് സഹകരിച്ച് പല പ്രോജക്റ്റുകൾ നടപ്പാക്കിയിട്ടുണ്ട്. ആ നടപ്പാക്കിയ എല്ലാ പ്രോജക്റ്റും തന്നെ മിത്രനികേതൻ വളരെ മനോഹരമായിട്ട് പെർഫെക്ഷനോട് കൂടി നടത്തി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ 10 കൊല്ലം എന്ന് പറയുന്നത് സംസ്ഥാന ഹാർട്ടിക്കൾച്ചർ മിഷൻ തുടങ്ങിയിട്ട് 10 കൊല്ലമേ ആയിട്ടുള്ളൂ. തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് ഇതുവരെ മിത്രനികേതനുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് എന്നുള്ള ഒരു പ്രോജക്റ്റ് SHM ഫണ്ട് ചെയ്തത്, അതും ഒരു മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അതുപോലെ KVK മിത്രനികേതൻ എന്ത് പ്രോജക്റ്റ് തന്നാലും അത് ഹാർട്ടിക്കൾച്ചർ മിഷൻ ഫണ്ട് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, അത് സഹായിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത് പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, ഈ വരാൻ പോകുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 3 കാര്യങ്ങളെ കവറേജാണ്, റിസ്ക് കവറേജാണ് അല്ലെങ്കിൽ പരിരക്ഷയാണ് ഈ പദ്ധതി ഓഫർ ചെയ്യുന്നത്. അതായത് ഒന്നാമതായിട്ട് പ്രകൃതിക്ഷോഭം, കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ കീടരോഗബാധ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന വിള നഷ്ടത്തിന് ഈ പരിരക്ഷ നൽകുന്നു. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് വിത അല്ലെങ്കിൽ നടിയിൽ തടസ്സപ്പെടുന്ന അവസരത്തിൽ അതിനുള്ള പരിരക്ഷ നൽകുന്നു. അതുപോലെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്, വിള കൊയ്തതിന് ശേഷം വയലിൽ സൂക്ഷിച്ചിരിക്കുന്ന വിളയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഉള്ള പരിരക്ഷയും ഈ പദ്ധതി മുഖേന ലഭ്യമാക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള വിള ഇൻഷുറൻസ് പദ്ധതികളെ അപേക്ഷിച്ച് വളരെ ചെറിയ പ്രീമിയത്തിലാണ് കർഷകർക്ക് ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇത് കർഷകർക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചടങ്ങിന് ശേഷം കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കാർഷിക സെമിനാറും നടന്നു. പയറിലും തക്കാളിയിലും വളരെയധികം കാണുന്നതാണ് ചിത്രകീടം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാനതൊന്ന് പറയുകയാണ്. എന്താണ് ഈ ചിത്രകീടം? ഒരു കുറ്റീച്ചയോളം വലിപ്പമുള്ള അമേരിക്കക്കാരനോ അമേരിക്കക്കാരിയോ കുടിയേറിപ്പറത്തവൻ, ആ പ്രാണി നമ്മുടെ നാട്ടിൽ വന്ന്
സാഹചര്യം അനുകൂലമായപ്പോൾ ചെടികളുടെ ഇലകളിൽ മുട്ട തറച്ചു വച്ചു. പയറാണ് കൂടുതൽ ആക്രമണത്തിന് വിധേയമാകുന്ന കാരണം എന്ന് വെച്ചാൽ പയറിൻ്റെ ഇലയ്ക്ക് കട്ടിയുണ്ട്, മൃദുത്വമുണ്ട്. അപ്പം നല്ല രുചിയുള്ള ആഹാരം, അതുകൊണ്ടാണ് പയറിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പല വിളകളിലും അത് ബാധിക്കാം. അത് മുട്ട വിരിഞ്ഞിറങ്ങിയ പുഴുക്കൾ ഇല തുളച്ചാണ്, രണ്ട് ഇലയ്ക്കിടെ അകത്താണ് ഈ പുഴു ഇരിക്കുന്നത്. ഉൾഭാഗം തിന്ന് പാമ്പഴയുന്ന മാതിരി ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് നീങ്ങുന്നത് കൊണ്ടാണ് ഈ നമുക്ക് അത് ചിത്രകീടമായിട്ട് അതിനെ വിശേഷിപ്പിക്കുന്നത്. ചീമപ്ലാവിന് ഈ കായ വന്നു കഴിഞ്ഞിട്ട് ചെറുതായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഇത്ര വലുപ്പത്തിൽ വരുമ്പോഴാകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്നല്ലേ. ആ കൊഴിഞ്ഞു വീഴുന്ന നോക്കുന്ന സൈഡ് അതിൻ്റെ മേൽഭാഗത്ത് ഒരു കറുത്ത ഒരു ഇതുണ്ടാവും, ഒരു വട്ടുമാതിരി സാധനം ഉണ്ടാവും അല്ലേ. അതെ, മഴക്കാലത്താണ് കൂടുതൽ ഇത് ഉണ്ടാവാൻ കാരണം. നമ്മളുടെ ഒരു കുമിളാണ്, പിന്നെ ആകാശത്ത് ഇഷ്ടംപോലെ കുമിള് വരുന്നുണ്ട്. ആ കുമിള് വന്നിട്ട് ഈ ഞെട്ടിൻ്റെ മുകളിൽ ഇവിടെ നിൽക്കും. അപ്പോൾ അവിടെ ചെറിയൊരു കുഴിയുണ്ട്. ആ കുഴിയിൽ ദ്രാവകം ഉണ്ടാവും. ആ ദ്രാവകത്തിൽ ഈ കുമിള് വന്ന് ആക്രമിക്കുമ്പോൾ അവിടെയുള്ള ഈ ഒരു കറുപ്പ നറുപ്പ് വരും, അത് ഒടിഞ്ഞു വിടും. ഇതാ വേണ്ടത്. അപ്പോൾ ചെയ്യണമെന്ന് കാരണം വെച്ചാൽ നമ്മൾ ഈ കായ വന്ന് തുടങ്ങിയ വയ്ക്കുക തന്നെ നമ്മൾക്ക് സ്യൂഡോമോണാസ് ലായനി 20 അടിച്ചു കൊടുക്കുക. അത് പതിക്കേണ്ടത് ആ ഞെട്ടിൻ്റെ മുകളിൽ പതിക്കുന്ന രീതിയിൽ അത് ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം അടിക്കേണ്ടി വരും. ചില 10 ദിവസമായിട്ട് 1-2 പ്രാവശ്യം അടിക്കേണ്ടി വരും. എന്താ കാരണം വെച്ചാൽ മഴയത്തത് ഒഴിച്ചു പോകും. അതുകൊണ്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കൊള്ളുന്നത്. അത് സ്യൂഡോമോണാസ് മാത്രം തെളിച്ചാൽ മതി, പക്ഷെ തളിക്കണം. എനിക്ക് 1 ഏക്കറിൽ പച്ചക്കറി കൃഷിയുണ്ട്. പടവലം, പാവല്, പയറ്, സാലഡ് വെള്ളരി, വഴുതന, പിന്നെ വെണ്ട. ഇതിൽ പയറും പടവലവും പാവലുമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എനിക്കിപ്പോൾ വിളവ് കഴിഞ്ഞു. പിന്നെ എനിക്കെൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പല വെറൈറ്റി മുളകുകളുണ്ട്. ഈ മാലിമുളകെന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്, തൊണ്ടൻ പച്ചമുളക്, കാരിമുളക്, പിന്നെ ക്യാപ്സിക്കം, ബജിമുളക്, പിന്നെ കത്തിരി 2 വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം ഞാൻ ഗ്രോ ബാഗിൽ ഒരു 200ഓളം ഗ്രോ ബാഗ് ചെയ്യുന്നുണ്ട്, അതിലുണ്ട്. പിന്നെ അതുപോയിട്ട് എനിക്കൊരു സീഡ്ലിങ്ങിൻ്റെ യൂണിറ്റ് ഉണ്ട്. നല്ല അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് കൊടുക്കുന്ന നല്ലൊരു യൂണിറ്റ് എനിക്കുണ്ട്. ഏകദേശം 1 ലക്ഷത്തോളം തൈ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇൻഷുറൻസ് കർഷകരെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. അത് യഥാസമയം കാലതാമസം കൂടാതെ ഞങ്ങൾക്കൊക്കെ കയ്യിൽ കിട്ടിയാൽ അത് വളരെ സഹായകരമായിരിക്കും. മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം സംഘടിപ്പിച്ച ഈ ഏകദിന പരിപാടിയിൽ കർഷകർ, കൃഷി ശാസ്ത്രജ്ഞന്മാർ, മാധ്യമപ്രവർത്തകർ, വനിതാ സംഘങ്ങൾ, മറ്റ് NGOകൾ എന്നിവർ പങ്കെടുത്തു. KVK കർഷകർക്കും നവസംരംഭകർക്കുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് വിജയിച്ച വിവിധ സംഘങ്ങളുടെ ഉൽപ്പന്ന പ്രദർശനവും വിൽപ്പനയും ഇതോടൊന്നിച്ച് നടന്നു. പ്രധാനമായും കേരളത്തിലെ കൃഷിക്കാർ കൃഷി ചെയ്തു വരുന്നത് പച്ചക്കറി വിളകൾ, നെല്ല് അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലായും കർഷകർ ചെയ്യുന്നത്. അതുകൂടാതെ വാഴക്കൃഷി അങ്ങനെയുള്ളതിനാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൃഷിക്കാർ കൊടുക്കുന്നത്. അപ്പം വിള ഇൻഷുറൻസ് പദ്ധതി എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷിക്കാർക്ക് പലപ്പോഴും നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ക്ലൈമറ്റ് ചേഞ്ച് അത് കൃഷിക്കാരെ വളരെയധികം പ്രയാസത്തിലാക്കുന്നുണ്ട്. ഈയിടെ ഉണ്ടായിരുന്ന ചൂട് സമയത്ത് വളരെയധികം കൃഷിക്കാർക്ക് വളരെയധികം നഷ്ടം അതിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു ശാശ്വത പരിഹാരം എന്ന് വേണം നമ്മൾ ഈ പുതിയ വിള ഇൻഷുറൻസ് പദ്ധതിയെ കൊണ്ട് വിലയിരുത്താനായിട്ട്. പുതിയ പ്രീമിയമാണ്, കുറഞ്ഞ പ്രീമിയത്തിൽ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇൻഷുറൻസ് ലഭിക്കത്തക്ക ഒരു രീതിയിലാണ് ഈ പുതിയ ഇൻഷുറൻസ് പ്രീമിയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാ രീതിയിലുള്ള കൃഷിയും നമ്മൾ സ്വയം ചെയ്യുന്നുണ്ട്, വേറെ വിപണിയിൽ കൊടുക്കുന്നുണ്ട്. അവർ വന്ന് നമ്മുടെ സാധനങ്ങൾ വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവർ തന്നെ മാന്യമായ വില ഹോർട്ടികോർപ്പ് എനിക്ക് തരുന്നുണ്ട്. ദൂരദർശൻ പ്രോഗ്രാം ഞങ്ങൾക്ക് നല്ല ആ പ്രോഗ്രാം വന്നതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസവും കൃഷിയിൽ ചെയ്യാനുള്ള ഒരു താല്പര്യം വർദ്ധിച്ചു എന്നുള്ളതാണ് സത്യം. പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ എല്ലാ കർഷകരും പ്രയോജനപ്പെടുത്തി ഇൻഷുറൻസ് എടുക്കണമെന്ന് കർഷകനായ ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നു. ജൈവ രീതിയിൽ തയ്യാറാക്കിയ കീടനാശിനികളും കൃഷിക്കാവശ്യമായ മറ്റുൽപ്പന്നങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. കാർഷിക മേഖല മലയാളിയെ സംബന്ധിച്ച് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്.
കൃഷി എന്നും സംസ്കാരത്തിൻ്റെ ഭാഗമായി കാണുന്ന മലയാളി അതിനെ സ്നേഹിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നാം നട്ടുവളർത്തി വലുതാക്കുന്ന ഏതെങ്കിലും ഒരു കാർഷിക ഉൽപ്പന്നത്തിന്, ഒരു ഉദാഹരണത്തിന് ഒരു ചെറിയ പയർ തന്നെ നമ്മൾ നട്ടു വളർത്തി കഴിഞ്ഞാൽ അത് വളർന്ന് വലുതായി അതിന് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ദോഷം സംഭവിച്ചാൽ, ഒരു കാറ്റിൻ്റെ വീഴ്ചയിൽ അത് നശിച്ചു പോയി കഴിഞ്ഞാൽ നാം മാനസികമായിട്ട് ഒരുപാട് വേദനിക്കും. അതുപോലെ തന്നെ കർഷകനെ സംബന്ധിച്ച് അവൻ്റെ കൃഷി നശിക്കുന്നത് മാനസിക വേദനയും ഒപ്പം സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഫസൽ ഭീമ യോജന പോലുള്ള വിള ഇൻഷുറൻസ് പദ്ധതികൾ കർഷകർക്ക് ഒരു താങ്ങും തണലുമാകുമെന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. ഒപ്പം തന്നെ കർഷകർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, മഴവെള്ളത്തിലൂടെയും അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളിലൂടെയും ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസമേകുവാനായി പ്രധാനമന്ത്രിയുടെ ഫസൽ ഭീമ യോജനയ്ക്ക് കഴിയും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാർഷിക സുഹൃത്തുക്കൾ ഓരോരുത്തരും, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷക സുഹൃത്തുക്കൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഇതിൻ്റെ നന്മ ഉപയോഗപ്പെടുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ചെറിയ പ്രീമിയം അടച്ച് വലിയ നേട്ടങ്ങൾ കൊയ്യാവുന്ന ഭാരത സർക്കാരിന്റെ കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിൽ ചേരാൻ നിങ്ങളുടെ സമീപത്തുള്ള ബാങ്ക് ശാഖ, കാർഷിക സഹകരണ സൊസൈറ്റി, ഇൻഷുറൻസ് കമ്പനി അഥവാ അതിന്റെ ഏജന്റിനെ സമീപിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കുക www.agriinsurance.gov.in. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംയോജിത കീടനിയന്ത്രണത്തിന് 42 ലക്ഷം രൂപയുടെ പദ്ധതി. വിള ഇൻഷുറൻസ് നിർണയത്തിന് കൂടുതൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംയോജിത കീടനിയന്ത്രണത്തിന് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ 42 ലക്ഷം രൂപയുടെ സമഗ്ര പദ്ധതി നടപ്പാക്കുന്നു. ഹെക്ടറിന് പരമാവധി 4000 രൂപയാണ് ധനസഹായം അനുവദിക്കുക. ഇതോടനുബന്ധിച്ച് ജൈവ കൃഷി വ്യാപനത്തിനും ജൈവ സർട്ടിഫിക്കേഷനും സഹായമുണ്ട്. ജൈവ കൃഷി നടപ്പാക്കുന്ന ഗുണഭോക്താവിന് കൃഷി ചെലവിന്റെ 50% ഹെക്ടറിന് 10,000 രൂപയിൽ നിജപ്പെടുത്തി 4 ഹെക്ടർ വരെ സഹായം നൽകും. 50 ഹെക്ടർ വരുന്ന ക്ലസ്റ്റർ 1-ന് 5 ലക്ഷം രൂപയാണ് അനുവദിക്കുക. ഇതിൽ 1.5 ലക്ഷം രൂപ ആദ്യ വർഷവും 2-ാം വർഷം 1.5 ലക്ഷം രൂപ വീണ്ടും നൽകും. ബാക്കി തുക 3-ാം വർഷവും നൽകും. കൂടാതെ വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥിരം സംവിധാനത്തിന് പരമാവധി 1 ലക്ഷം രൂപ സഹായം നൽകും. കോട്ടയം തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 2016 ഓഗസ്റ്റ് 18, 19, 20 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടാതെ 22-ാം തീയതി പോത്തുകുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടി വളർത്തൽ, 23-ന് കാടക്കോഴി വളർത്തൽ, 25, 26, 27 തീയതികളിൽ പശു വളർത്തൽ എന്നീ വിഷയങ്ങളിലും സൗജന്യ പരിശീലനം നൽകും. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് പരിശീലനത്തിൽ പ്രവേശനം നൽകുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04829234 323.
വിള ഇൻഷുറൻസ് നിശ്ചയിക്കുന്നതിന് കൂടുതൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ ആരംഭിക്കുവാൻ കൃഷിവകുപ്പ് നടപടി സ്വീകരിക്കുന്നു. ഇത്തരമൊരു സംവിധാനം നിലവിലില്ലാത്ത ജില്ലകളിൽ നിന്ന് വിളനാശത്തിന്റെ പൂർണ്ണ വിവരം സമയബന്ധിതമായി ലഭിക്കാനും വിലയിരുത്താനുമാണ് പുതിയ നടപടി. കേന്ദ്ര സഹായത്തോടെ വ്യാപിപ്പിക്കുന്ന പദ്ധതി പ്രകാരം പ്രീമിയത്തിന്റെ പകുതി കർഷകരും ബാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമാണ് തുല്യമായി പങ്കിടുന്നത്. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ ഇന്റഗ്രേഷൻ ഫാമിൽ വളർത്തിയെടുത്ത ഉൽപാദന മികവുള്ള ഗ്രാമപ്രിയ ഇനം മുട്ടക്കോഴികൾ വിതരണത്തിന് തയ്യാറായി. പൗൾട്രി വികസന കോർപ്പറേഷന്റെ തിരുവനന്തപുരം പേട്ടയിലുള്ള ഓഫീസുമായി ബന്ധപ്പെട്ടാൽ വിശദവിവരങ്ങൾ ലഭ്യമാകും. ഫോൺ നമ്പർ 0472478585, മൊബൈൽ നമ്പർ 9465000921. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 28, 29 തീയതികളിൽ പന്നി വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. ആദ്യം ഹാജരാകുന്ന 50 പേരെയാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0472732918. സെന്റർ ഫോർ ഇന്നൊവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ സിസ തിരുവനന്തപുരത്ത് 2 ദിവസത്തെ ജൈവ കൃഷി പരിശീലനം നൽകുന്നു. തിരുവനന്തപുരം വഴുതക്കാട് ഉദാരശിരോമണി റോഡിലുള്ള സിസ ഓഫീസിൽ ഈ മാസം 29, 30 തീയതികളിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047127222151. കാർഷിക അധ്യയന മികവ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാല ഏർപ്പെടുത്തിയ ഡോക്ടർ NP കുമാരി സുഷമ മെമ്മോറിയൽ അവാർഡ് വിതരണവും വെള്ളയാണി കാർഷിക കോളേജിലെ പുതിയ UG ബ്ലോക്കിന്റെയും സസ്യരോഗ നിർണയ ലബോറട്ടറിയുടെയും ഉദ്ഘാടനവും നാളെ വൈകുന്നേരം 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കാർഷിക കോളേജ് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി കിൻഡലിന് 7550 രൂപ, കോഴിക്കോട് 8400, തൃശൂർ 7600, കൊപ്ര കൊച്ചി 5165, കോഴിക്കോട് 5300, തൃശൂർ 5265, കുരുമുളക് അൺഗാർബിൾഡ് 69100, ഗാർബിൾഡ് 72100, ചുക്ക് മീഡിയം 16500, ബെസ്റ്റ് 18000, മഞ്ഞൾ സേലം 10200, ഈറോഡിൽ 10400, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14200, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14000, റബ്ബർ RSS 4ാം ഗ്രേഡ് 14200 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 7550 രൂപ, കൊപ്ര 5165, പിണ്ണാക്ക് എക്സ്പെല്ലർ 1950, റോട്ടറി 2000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69100, ഗാർബിൾഡ് 72100, ചുക്ക് മീഡിയം 16500, ബെസ്റ്റ് 18000, മഞ്ഞൾ നാടൻ 11500, അടയ്ക്ക പുതിയത് 17000 രൂപ മുതൽ 18000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150 രൂപ മുതൽ 200 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 250 രൂപ മുതൽ 360 രൂപ വരെ, ജാതിപത്രി 400 മുതൽ 950 വരെ, ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിൻ്റലിന് 14000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14200, ഒട്ടുപാൽ 9000, ലാറ്റക്സ് 8500 രൂപ. കമ്പോള അവലോകനം. ഹൈറേഞ്ചിൽ നിന്നുള്ള ഏലക്ക നീക്കം ചുരുങ്ങിയത് ലേല കേന്ദ്രങ്ങളിൽ ഡിമാൻഡ് ഉയർത്തി. കൊച്ചിയിൽ ഇന്ന് 45,000 കിലോഗ്രാം ഏലക്കയുടെ കൈമാറ്റം നടന്നു. മികച്ച ഇനങ്ങൾ കിലോ 1198-ലും ശരാശരി ഇനങ്ങൾ 819 രൂപയിലുമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ലേലത്തിനെത്തുന്ന ഏലക്കയുടെ അളവ് ഏതാനും ആഴ്ചകളായി ചുരുങ്ങി. വിദേശത്ത് റബ്ബറിന് നേരിട്ട തളർച്ച ആഭ്യന്തര അവധി വിലകളെയും ബാധിച്ചു. ഷീറ്റ് ക്ഷാമത്തിനിടയിലും 4ാം ഗ്രേഡിനും 5ാം ഗ്രേഡിനും തിരിച്ചടി നേരിട്ടു. ലാറ്റക്സിന് 500 രൂപ ഇടിഞ്ഞു. കുരുമുളക് വിപണി തളർച്ചയിലാണ്. കയറ്റുമതി സമൂഹം മുളക് സംഭരണത്തിൽ നിന്ന് അകന്നതിനാൽ 100 രൂപ താഴ്ന്ന് 72,100-ലാണ് ഇന്ന് ഇടപാടുകൾ തുടങ്ങിയത്. ഹൈറേഞ്ച് ചരക്ക് വരവ് കുറവാണ്. മലബാർ മേഖലയിൽ കൊപ്രയ്ക്ക് ആവശ്യക്കാരുണ്ടെങ്കിലും സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ വെളിച്ചെണ്ണ വില സ്റ്റഡിയാണ്. ഇനി കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.8, 25. കൊച്ചി 30.7, 24.6. ആലപ്പുഴ 30.8, 24.4. പുനലൂർ 31.4, 23.8. തിരുവനന്തപുരം കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.